ഇന്ന് നമ്മൾ പഠിക്കുന്ന പാട്ട് നമുക്ക് നല്ല പരിചയമുള്ള പാട്ടാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഇടവക്കാരിൽ ഒരാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഇന്ന് അതിൻ്റെ കോഡ്സൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് കേട്ടിട്ട് നന്നായിട്ട് തോന്നി. അപ്പോൾ കേട്ടിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആ കോഡ്സ് പഠിക്കാം. അപ്പോൾ കോഡ്സൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നവർക്ക് ഈ കോഡ്സ് വെച്ച് ഈ പാട്ട് വായിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോകും. പാട്ട് നമ്മുടെ ഈ പാട്ടാണ്. ഞാനുറങ്ങാൻ പോകും മുൻപായി, അങ്ങനെ ഒരു പാട്ടില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ അതിലേക്കൊന്ന് പോവാം. ഫസ്റ്റ് വരുന്നത് ഇ മേജർ സ്കെയിലിനാണ്. ഇ മേജർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കാണിക്കാം. ഇതാണ് അതിന്റെ അതിൽ വരുന്ന കീസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോണം. ഇയിൽ ആരംഭിക്കുന്നു. ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ, ബി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ. അതാണ് ഇ മേജറിന്റെ സ്കെയിൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കോഡ് അതിൽ വരുന്നത് ഇ മേജറാണ്. ഇ മേജറിന് നമ്മൾ ഇതാണ് ഇ മേജർ. ഇ, ജി ഷാർപ്പ്, ബി, ഇത് മൂന്നുമാണ് ഇ മേജർ. പക്ഷെ അത് കുറച്ചുകൂടെ ആ പാട്ടിന്റെ ആദ്യത്തെ വരിക്ക് കുറച്ചുകൂടെ ഭംഗി തരുന്നത് ഇ ഓവർ ബി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ എന്നുള്ള കോഡ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ തേർഡ് നോട്ടാണ് ബി എന്ന് പറയുന്നത്. ഫസ്റ്റ് നോട്ട് ഇ, സെക്കൻഡ് ജി ഷാർപ്പ്, തേർഡ് ബി. ഈ ഇ ഓവർ ബി അല്ലെങ്കിൽ ഇ എഴുതിയിട്ട് സ്ലാഷ് ഇട്ടിട്ട് ഒരു ബി എഴുതും. അതിനെയാണ് ഇ ഓവർ ബി എന്ന് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്ലാഷ് ഇട്ടതിന് ശേഷം എഴുതിയിരിക്കുന്ന ഏത് നോട്ടാണോ ആ നോട്ട് ബേസ് ലൈനിൽ പിടിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ബേസ് ലൈനിൽ ഏറ്റവും ആദ്യം ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഇ ആണ്. ആ ഇക്ക് പകരം ബേസ് നോട്ടിലേക്ക് ഈ ബി കൊണ്ടുവരണം. അപ്പോ ഇവിടുന്ന് ഈ വിരല് എടുക്കുക, എന്നിട്ട് ഇവിടെ ആ ബി കൊടുക്കുക. അപ്പോ ഞാനുറങ്ങാൻ പോകും മുൻപായി, അങ്ങനെ വേണം. അപ്പോ തുടക്കത്തിൽ ആ കോഡ് കൊടുക്കുന്നു. നമുക്ക് നോക്കാം. ഞാനുറങ്ങാൻ. ഓക്കെ, അത്രയായി. ഇനി നമുക്ക് വേണ്ടത് പോകും. ആ സ്ഥലത്ത് നമ്മൾ അവിടെ നമ്മൾ വായിക്കുന്ന കോഡ് ഡി ഷാർപ്പിന്റെ ഡിമിനിഷ്ഡ് കോഡാണ്. അത് നമ്മൾ വായിക്കുമ്പം പോകും, അത്രയും പാടും. എന്നിട്ട് അടുത്തത് ഈ മേജർ തന്നെ കൊടുക്കും. ഒരുമിച്ച് വരുമ്പോ ഞാനുറങ്ങാൻ പോകും മുൻപായി. നെക്സ്റ്റ് ഇ മേജർ, നിനക്കേകുന്നി. അതിനുശേഷം എ മേജർ പിടിക്കും. വീണ്ടും ഡി ഷാർപ്പ് ഡിമിനിഷ്ഡ്, നന്ദി. നെക്സ്റ്റ് ബി, നന്നായി. അടുത്തത് ഇന്നു നീ എന്ന് പാടുന്ന ഭാഗത്ത് നമ്മൾ ഈ മേജർ പിടിക്കുന്നു. ഇന്നു നീ കാരുണ്യപൂർവ്വം എന്ന് വരുമ്പോൾ ബി സെവൻത് വരും. ബി സെവൻത്തിന്റെ നോട്ട്സ് നമുക്കറിയാം. ബി, ഡി ഷാർപ്പ്, ജി ഫ്ലാറ്റ്, എ. ഈ 4 നോട്ട്സ് ആണ് അവിടെ വരുന്നത്. അപ്പോ ഇന്നു നീക്ക് ഈ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബി സെവൻത് കൊടുത്തു നോക്കാം. അപ്പൊ കേൾക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഒരുമിച്ച് നമുക്ക് വായിച്ചു നോക്കാം. പിന്നെ വരുന്നത് എഫ് ഷാർപ്പ് മൈനർ ആണ്. പൂർവം തന്ന. അടുത്തത് ബി സെവൻത്. നന്മകൾ ബി, കൊക്കയ്ക്കും ഈ ആയി. അപ്പൊ അത്രയും ഭാഗം നമുക്കൊന്ന് ഒരുമിച്ച് പാടി നോക്കിയാലോ. നിങ്ങൾ കീബോർഡിൽ കൂടെ ഉള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും കൂടെ വായിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കോഡ്സ് ഇതിന്റെ കൂടെ ബാക്കപ്പ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ പാടിയത് ബാക്കപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നമുക്കൊന്ന് പാടി നോക്കാം. ഞാനുറങ്ങാൻ പോകും മുൻപായി, നിനക്കേകും നിതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. ഓക്കെ, ഇനി നെക്സ്റ്റ് അനുപല്ലവി അല്ലെങ്കിൽ സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ആരംഭിക്കുന്നത് സി ഷാർപ്പ് മൈനർ 7th ആണ്. സി ഷാർപ്പ് മൈനർ 7th എന്ന് പറയുന്നത് ശരിക്കും 4 നോട്ട്സ്. ഫസ്റ്റ് സി ഷാർപ്പ്, സെക്കൻഡ് ഇ, തേർഡ് ജി ഷാർപ്പ്. അതിനുശേഷം നമ്മൾ ഈ ബി കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും, ഈ ബിയിലെ. അപ്പോൾ കണ്ടോ, ഇതാണ് സി ഷാർപ്പ് മൈനർ 7th എന്ന് പറയുന്ന കോഡ്. നമ്മൾ ഈ പാട്ടിന് ഈ ലൈനിൽ പാടുമ്പോൾ ഇതിന് ചിലപ്പോൾ നമ്മൾ ഈ നമ്മുടെ തേർഡ് നോട്ട് ഉണ്ടല്ലോ, ഈ ജി ഷാർപ്പ്, അതങ്ങ് ഒമിറ്റ് ചെയ്താൽ അങ്ങനെ സി ഷാർപ്പ് മൈനർ 7th പിടിച്ചാൽ അത് കുറച്ചുകൂടെ ഭംഗിയാണ്, കേൾക്കാൻ കുറച്ചുകൂടെ രസമാണ്. അപ്പൊ നമുക്ക് അതൊന്ന് പാടി നോക്കാം. ഞാനുറങ്ങിടുമ്പോൾ
എല്ലാം എന്ന് പറയുന്നിടത്ത് എ ആണ്, എ മേജർ ആണ്. ഞാനുറങ്ങിടുമ്പോഴെല്ലാം നെക്സ്റ്റ് B7, ആനന്ദ നിദ്ര. നെക്സ്റ്റ് E/B തരേണം. നെക്സ്റ്റ് E മേജർ, രാത്രി മുഴുവനും. നെക്സ്റ്റ് D എന്നെ നോക്കി. നെക്സ്റ്റ് D ഷാർപ്പ് ഡിമിനിഷ്ഡ്, കാത്തു സൂക്ഷിക്കുക വേണം. ഓക്കെ, അപ്പൊ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റാൻഡ്സ കംപ്ലീറ്റ് ഒന്ന് പാടി നോക്കാം. ഞാനുറങ്ങിടുമ്പോഴെല്ലാം എനിക്കാനന്ദ നിദ്ര തരേണം. രാത്രി മുഴുവനും എന്നെ നോക്കി കാത്തു സൂക്ഷിക്കുക വേണം. ഞാനുറങ്ങാൻ പോകും നിനക്കേകുന്നിതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾ അപ്പോ ഇൻസ്ട്രുമെന്റ്സ് കയ്യിലുള്ളവര് ഗിറ്റാറോ കീബോർഡോ ഏതെങ്കിലും ആണെങ്കിൽ ഈ കോഴ്സ് വെച്ച് വായിച്ചു നോക്കുക, കേൾക്കാൻ ഭംഗിയായിരിക്കും.